കഴിഞ്ഞ 1.5 ദശാബ്ദ കാലത്തിനകം ഇന്ത്യ കണ്ട, ഒരുപക്ഷെ ലോകം കണ്ട ഏറ്റവും വലിയ കാപട്യക്കാരനായ രാഷ്ട്രീയക്കാരൻ ആരെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ ഉണ്ടാവുകയുള്ളൂ, അത് അരവിന്ദ് കെജ്രിവാൾ. അരവിന്ദ് കെജ്രിവാൾ, ആം ആദ്മി പാർട്ടിയുടെ സ്ഥാപകനും ഇപ്പോൾ അതിൻ്റെ നേതാവും. കഴിഞ്ഞ ദിവസമാണ് ആം ആദ്മി പാർട്ടിയുടെ 10 MP-മാർ രാജ്യസഭയിലുള്ളതിൽ 7 പേരും നേരെ BJP-യിലേക്ക് പോയി ചേർന്നിരിക്കുന്നു. നമ്മളുടെ ആൻറ്റി ഡിഫെക്ഷൻ നിയമം അനുസരിച്ചിട്ട്, അല്ലെങ്കിൽ കൂറുമാറ്റ നിരോധന നിയമം അനുസരിച്ച് 3-2 പേർ ഒന്നിച്ച്, പ്രതിനിധികൾ ഒന്നിച്ച് ഒരു പാർട്ടിയിലേക്ക് പോയി, ഒരു പാർട്ടിയിൽ നിന്ന് മറ്റൊരു പാർട്ടിയിലേക്ക് പോയി ചേർന്നാൽ അത് കൂറുമാറ്റം ആകില്ല. എന്തുകൊണ്ട് ഇതിങ്ങനെ സംഭവിച്ചു? ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല. ഇതിൻ്റെ സ്ഥാപക നേതാക്കൾ 2014 മുതൽ 2012 ആം ആദ്മി പാർട്ടി നിലവിൽ വരുന്നതും പെട്ടെന്ന് അത് ജനശ്രദ്ധയിലേക്ക് വരുന്നത് തന്നെ വളരെ സൂത്രപ്പണി കാട്ടിയിട്ടായിരുന്നു. അന്ന് തന്നെ ഈ അരവിന്ദ് കെജ്രിവാളിൻ്റെ സമീപനത്തെയും ആ വിപരീതാത്മക ഒരു രീതികളെയും ഒക്കെ നിരീക്ഷിക്കുന്നവർക്ക് വളരെ വ്യക്തമായി അറിയാമായിരുന്നു. 2012 തന്നെ ഈ ചൂലടയാളവുമായിട്ട് അരവിന്ദ് കെജ്രിവാൾ ഈ രാഷ്ട്രീയ രംഗപ്രവേശനം നടത്തിയപ്പോൾ തന്നെ ഞാൻ അന്നൊരു ലേഖനം എഴുതിയിരുന്നതാണ്. ഇദ്ദേഹം സൂത്രവിദ്യക്കാരനാണ്, ഇത് ജനായത്വത്തിൻ്റെ പേരിൽ ജനങ്ങളെ കബളിപ്പിക്കുകയാണ് എന്നുള്ളത്. അന്ന് പലരും അതിനെ വിമർശിക്കുകയും വളരെ സാംസ്കാരികമായി ഉന്നതമായ നിലവാരം പുലർത്തിയിരുന്നവരൊക്കെ അദ്ദേഹത്തിലൊരു ഭാവി ഇന്ത്യയുടെ ഒരു നായകനെയൊക്കെ കാണുകയും ചെയ്തു. കാരണം അണ്ണാ ഹസാരെ ഉയർത്തിക്കാട്ടിക്കൊണ്ടാണ്, ഒരു ഗാന്ധിജിയുടെ ഒരു പ്രതിച്ഛായ സൂത്രത്തിൽ അടിച്ചു മാറ്റിക്കൊണ്ടാണ് അദ്ദേഹം രാജ്യത്തിൻ്റെയും ലോകത്തിൻ്റെയും ശ്രദ്ധ നേടിയത്. അതിനുശേഷം അണ്ണാ ഹസാരെ തന്നെ പറഞ്ഞു, ഇദ്ദേഹം വളരെ ഹിപ്പോക്രൈറ്റാണ്, അതല്ലെങ്കിൽ കാപട്യക്കാരനാണ്, അപകടകാരിയാണെന്ന് പോലും അണ്ണാ ഹസാരെ പിന്നീട് പറയുകയുണ്ടായി. ഇത് 2014 തന്നെ ഈ പാർട്ടിക്ക് രൂപം നൽകിയതിൽ കൂടെ ഉണ്ടായിരുന്ന പ്രശാന്ത് ഭൂഷൺ, അതേപോലെ തന്നെ ആ വർഷമാണോ അതിനടുത്ത വർഷമാണോ എന്നറിയില്ല, യോഗേന്ദ്ര യാദവ് തുടങ്ങിയവരൊക്കെ ഈ പാർട്ടിയിൽ നിന്ന് വിട്ടു. അതിനുശേഷം അശുതോഷ് തുടങ്ങിയിട്ടുള്ള ഈ പാർട്ടിക്ക് രൂപം നൽകിയ, ജന്മം നൽകാൻ കൂടെ നിന്നവരെല്ലാവരും തന്നെ ഈ ആം ആദ്മി പാർട്ടിയിൽ നിന്ന് വിട്ട് പുറത്തു പോയിരുന്നു. കാരണം ഈ ആം ആദ്മി പാർട്ടി വരുന്നത്, ഈ ചൂല് അടയാളമാക്കിയത് അഴിമതിക്കെതിരെയുള്ള പോരാട്ടമായിട്ടാണ്. ഇത്തരത്തിലുള്ള അഴിമതിക്കെതിരെയുള്ള പോരാട്ടമൊക്കെ നടത്തുന്നവർക്ക് ധാരാളം NGO-കൾ കേരളത്തിൽ, അങ്ങനെ നടത്തുന്ന NGO-കൾ കേരളത്തിലുണ്ടായിരുന്നു. ഈ NGO-കളൊക്കെ അന്ന് വൻതോതിൽ വിദേശ സഹായം സ്വീകരിക്കുന്ന NGO-കളായിരുന്നു. ഇപ്പോഴും അത്ര NGO-കളുണ്ട്. അപ്പോൾ ഇത്തരം NGO-കളെ കുറിച്ചുള്ള വൻ പരാതികളും അത് തന്നെയായിരുന്നു. അതിനകത്ത് എല്ലാ NGO-കളും അങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നമ്മൾ പറയുന്നത് ശരിയല്ല. പക്ഷേ ഇഷ്ടംപോലെ NGO-കൾ വിദേശ സഹായം വാങ്ങി ഇവിടെ നമുക്ക് ഉദാത്തമാണെന്ന് തോന്നുന്ന, പുരോഗമനപരമാണെന്ന് തോന്നുന്ന, വർത്തമാന കാലഘട്ടത്തിൽ ഏറ്റവും അത്യാവശ്യമാണെന്ന് തോന്നുന്ന വിഷയങ്ങളെ ഉയർത്തിപ്പിടിച്ച് അതിനെതിരെ പ്രതിഷേധം നടത്തുക തുടങ്ങിയിട്ടുള്ള പ്രക്രിയയിൽ ഏർപ്പെടുന്ന അനേകം NGO-കളും നേതാക്കളും ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അത് കേരളത്തിൽ അതിൻ്റെ തോത് വളരെ വലുതുമാണ്. അതിലൂടെ വിദേശ ഏജൻസികൾ ലക്ഷ്യം വയ്ക്കുന്നത് ഏതെങ്കിലും ഒരു വിഷയം, ഒരു ജനതയെ ബാധിക്കുന്ന വിഷയം, ആ വിഷയം ഒരു രാഷ്ട്രീയമായി ജനങ്ങൾ ഏറ്റെടുക്കുന്ന, അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികൾ ഏറ്റെടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത് ജനങ്ങൾ ഏറ്റെടുക്കുന്നതിന് തുല്യമായി മാറും. അങ്ങനെ ഒരു ജനകീയ മുന്നേറ്റം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇത്തരം പ്രശ്നങ്ങളെ ഏതെങ്കിലും ആക്ടിവിസ്റ്റുകളെ കൊണ്ട്, അതേപോലെ തന്നെ ചെറിയ ചെറിയ ഗ്രൂപ്പുകളെ കൊണ്ടും അതിൻ്റെ നേതാക്കന്മാരെ കൊണ്ടും ഏറ്റെടുപ്പിക്കുകയും അതിൻ്റെ കുത്തവകാശം, ഇതിനെതിരെ ഞങ്ങൾ സമർത്ഥമായി പോരാടുന്നു എന്നുള്ള ഒരു ധാരണ രാജ്യത്തുണ്ടാക്കുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും രാഷ്ട്രീയ കക്ഷികൾ പോലും അവിടെ ഇതിൻ്റെ കാഴ്ചക്കാരായി മാറി നിൽക്കും. അങ്ങനെ രാജ്യത്തിനെ അലട്ടുന്ന, നേരിടുന്ന മുഖ്യ പ്രശ്നങ്ങൾ രാഷ്ട്രീയ കക്ഷികളുടെ വിഷയമല്ലാതായി മാറുകയും ആക്ടിവിസ്റ്റുകളുടെയും അതേപോലുള്ള പ്രസ്ഥാനങ്ങളുടെയും വിഷയമായി മാറുകയും ചെയ്യും. ഇവരത് സജീവമായിട്ട് സമൂഹത്തിൽ നിലനിർത്തും. അങ്ങനെ നിലനിർത്തുന്നിടത്തോളം കാലം ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം നടക്കുന്നുണ്ട് എന്നൊരു ധാരണ ജനങ്ങൾക്കുണ്ടാവുകയും സ്വാഭാവികമായിട്ടും അവരത് നടത്തിയിട്ടും പ്രയോജനമില്ല എന്ന് ഉള്ള ഒരു തിരിച്ചറിവും നമുക്കുണ്ടാവുന്നു. എങ്കിലും
പ്രതിഷേധം ആവശ്യമാണ് എന്നുള്ളൊരു രീതിയിൽ നമ്മൾ ഇതിനോടൊക്കെ താതാത്മ്യം പ്രാപിക്കുകയും വിദേശ ശക്തികൾ അവരുടെ താല്പര്യത്തിനനുസരിച്ചിട്ട് അവരുടെ കമ്പോളം ഇവിടെ വികസിപ്പിക്കുകയും അതേപോലെ തന്നെ ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കന്മാരെ അവർ നല്ലൊരു ശതമാനം അഴിമതിക്കാരാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന സംഗതിയാണ്. ഏത് രാഷ്ട്രീയ കക്ഷി വന്നു കഴിഞ്ഞാലും അതിൽ നല്ലൊരു ശതമാനം അഴിമതിക്കാരാണ്. ആ അഴിമതിയെ ഉയർത്തിക്കാട്ടിയാണ് ഈ ആം ആദ്മി പാർട്ടിയുടെ രംഗപ്രവേശം. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയിൽ ഈ അണ്ണാ ഹസാരയുടെ നേതൃത്വത്തിൽ സത്യാഗ്രഹം നടന്നപ്പോഴും ഈ ഗാന്ധി തൊപ്പി ധരിച്ചുകൊണ്ട് അരവിന്ദ് കെജ്രിവാൾ നമ്മുടെ മുമ്പിലേക്ക് എത്തിയപ്പോഴും ഇന്ത്യൻ ജനത അത്രയധികം പിന്തുണ ഈ കേജ്രിവാളിന് കൊടുത്തത്. പക്ഷേ കേജ്രിവാൾ അധികാരത്തിലേറിയതിനു ശേഷം വൻ ജനപിന്തുണയാണ് കേജ്രിവാളിന് ഡൽഹി ജനത നൽകിയത്. പക്ഷേ ഈ ഒരു ക്രിയാത്മകമായ പരിപാടി പോലും ഇന്ത്യയുടെ ഏറ്റവും സമ്പന്നമായ ഒരു തലസ്ഥാനമായ ഈ ഡൽഹിയിൽ നിന്നുകൊണ്ട് ക്രിയാത്മകമായ ഒന്നും തന്നെ കേജ്രിവാളിന് ചെയ്യാൻ കഴിഞ്ഞില്ല. അതേ സമയത്ത് തങ്ങൾ വലിയ നേട്ടങ്ങളാണ് ഉണ്ടാക്കുന്നത് എന്നുള്ള ധാരണ നിലനിർത്തുന്നതിന് വേണ്ടി ഫ്രീ ബീസുകളിലേക്ക്, അതായത് സൗജന്യങ്ങളിലേക്കും മറ്റു ചില കാര്യങ്ങളിലേക്കും ശ്രദ്ധ കേന്ദ്രീകരിച്ച് ജനങ്ങളുടെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ ശ്രമിച്ചു. അതും ഒരു പരിധിവരെ ജനങ്ങൾക്ക് പെട്ടെന്ന് പ്രത്യക്ഷത്തിൽ ഗുണകരമായപ്പോൾ ജനങ്ങൾ അംഗീകരിക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് രണ്ടാം തവണയും കേജ്രിവാളിന് ജനം ഈ പിന്തുണ നൽകുകയും അല്ലെങ്കിൽ സ്വീകരിച്ചത്. പക്ഷെ ക്രമേണ തന്നെ ആ പാർട്ടിയിൽ നിന്ന് ഇദ്ദേഹത്തിൻ്റെ ഈ കേജ്രിവാളിൻ്റെ സ്വേച്ഛാധിപത്യ സ്വഭാവം കാരണം അദ്ദേഹത്തിൻ്റെ അഭിപ്രായമല്ലാതെ മറ്റാരുടെയും അഭിപ്രായം സ്വീകാര്യമല്ല. ഇത്തരം ആക്ടിവിസ്റ്റുകൾക്കെല്ലാം ഉള്ളൊരു പ്രശ്നം അതാണ്. ആക്ടിവിസ്റ്റുകളാകുന്നവർക്ക് ഒരിക്കലും ഒരു ടീമായിട്ട് പ്രവർത്തിക്കാൻ പറ്റില്ല. അങ്ങനെയുള്ളവരെ നോക്കിയിട്ടാണ് ഈ വിദേശ ശക്തികൾ NGOകളിലൂടെ ഇവരെ പ്രോത്സാഹിപ്പിക്കുന്നത്. കാരണം അതൊരു രാഷ്ട്രീയ പ്രസ്ഥാനമായി വികാസം പ്രാപിക്കരുത്. വികാസം പ്രാപിച്ചു കഴിഞ്ഞാൽ ചിന്തിക്കുന്നവർ വരികയും അങ്ങനെ ചിന്തിക്കുന്നവർ വരികയും അവർ രാഷ്ട്രീയമായ വിഷയങ്ങളെ കാണുകയും ചെയ്തു കഴിഞ്ഞാൽ ഇത്തരം വിദേശ ശക്തികളുടെ, വിശേഷം അമേരിക്കയിൽ അധിഷ്ഠിതമായിട്ടുള്ള ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസ്, അതേപോലെ പെസ്റ്റിസൈഡ്സ് കമ്പനീസ്, ഫുഡ് കമ്പനീസ്, ഇങ്ങനെയുള്ള വിവിധ കമ്പനികളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കണമെന്നുണ്ടെങ്കിൽ യഥാർത്ഥ വിഷയങ്ങളിലേക്ക് ശ്രദ്ധ അധികം പതിയാത്ത ഒരു ജനത ഉണ്ടെങ്കിൽ മാത്രമേ സാധ്യമാവുകയുള്ളൂ. ആ ലക്ഷ്യത്തിലാണ് ഇതെല്ലാം ചെയ്യുന്നത്. നാം മനസ്സിലാക്കേണ്ടത്, ചിന്തിക്കുന്ന വ്യക്തികൾ, വിദ്യാഭ്യാസമുള്ള വ്യക്തികൾ സമൂഹത്തെക്കുറിച്ച് ഗഹനമായി ചിന്തിക്കുകയും ആത്മാർത്ഥമായി പ്രവർത്തിക്കണമെന്നും ആഗ്രഹിക്കുന്ന വ്യക്തികളും രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോഴാണ് രാഷ്ട്രീയത്തിൻ്റെ ഗുണനിലവാരം ഉയരുന്നത്. ആം ആദ്മി പാർട്ടി രൂപീകൃതമായപ്പോൾ നമ്മൾ ആദ്യം കണ്ടത് അരവിന്ദ് കെജ്രിവാൾ എന്ന വിദ്യാസമ്പന്നനെയാണ്. IIT ഖരഗ്പൂർ പ്രോഡക്റ്റാണ്. അതിനുശേഷം അദ്ദേഹം ഇന്ത്യൻ റവന്യൂ സർവീസിൽ പ്രവർത്തിച്ചു. അത് ഇട്ടെറിഞ്ഞിട്ടാണ് നമ്മളുടെ മുമ്പിലേക്ക് വരുന്നത്. സ്വാഭാവികമായിട്ടും ആ ഒരു വിദ്യാസമ്പന്നനായ ഒരു വ്യക്തി സമൂഹത്തെക്കുറിച്ച് ജാഗ്രതയോടെ ചിന്തിക്കുന്നു, രാജ്യം നേരിടുന്ന അഴിമതിക്കെതിരെ പോരാടുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ജനങ്ങളുടെ പിന്തുണ കിട്ടുന്നു. അതുപോലെയാണ് അദ്ദേഹത്തിനോടൊപ്പം വന്ന ആൾക്കാരും എല്ലാവരും അതീവ വിദ്യാസമ്പന്നർ. ഇപ്പോൾ പ്രശാന്ത് ഭൂഷണാണെങ്കിലും അദ്ദേഹം IITയിലെ വിദ്യാഭ്യാസം ഉപേക്ഷിച്ചിട്ട് നിയമപഠനത്തിന് പോയി സുപ്രീം കോടതിയിലെ അഭിഭാഷകനാവുന്നു. അതേപോലെ യോഗേന്ദ്ര യാദവ്. മാത്രവുമല്ല, ഇപ്പോൾ BJPയിലേക്ക് പോയിരിക്കുന്ന 7 പേരിൽ എല്ലാവരും തന്നെ ഓരോ തരത്തിൽ അവരവരുടേതായ മേഖലകളിൽ ഏതാനും ചില ഇൻഡസ്ട്രിയലിസ്റ്റുകൾ ഒഴിച്ചാൽ, അതായത് അശോക് മിത്തലിനെ പോലെയുള്ള ചില ഇൻഡസ്ട്രിയൽ വ്യവസായികളെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനമായിട്ട് അതിൽ എടുത്തു പറയേണ്ടത് സന്ദീപ് പഥക്കും അതേപോലെ തന്നെ ഇപ്പം രാഘവ് ചദ്ദയൊക്കെയാണ്. കാരണം സന്ദീപ് പഥക്ക് IIT ഡൽഹിയിലെ പ്രൊഫസറായിട്ട് പ്രവർത്തിച്ചിരുന്ന വ്യക്തിയാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക, IIT ഡൽഹിയെ പോലുള്ള സ്ഥാപനത്തിലെ പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തി സാമൂഹികമായ ചിന്തയിൽ ആകർഷണമായി ആ ജോലി കളഞ്ഞിട്ട് രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിന് അന്നുണ്ടായിരുന്ന ഒരു കാഴ്ചപ്പാടും പ്രതീക്ഷകളും എന്തൊക്കെയായിരുന്നു? അത് ഇല്ലാതെയായിട്ടാണ്. മാത്രമല്ല, ഈ അരവിന്ദ് കെജ്രിവാൾ അപകടത്തിൽപ്പെട്ടപ്പോഴെല്ലാം, ഈ ജയിലിൽ പോയപ്പോഴേക്കും അതേപോലെ തന്നെ പല ആരോപണങ്ങൾ ഉണ്ടായപ്പോഴും എല്ലാം ശക്തമായി പ്രതിരോധിച്ചിരുന്ന വ്യക്തികളാണ് ഈ രാഘവ് ചദ്ദയും അതുപോലെ തന്നെ സന്ദീപ് പഥക്കും ഈ അശോക് മിത്തലും ഒക്കെ തന്നെ. അതുപോലെ രാഘവ് ചദ്ദ അദ്ദേഹമൊക്കെ വളരെ ബുദ്ധിമാനായ വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ ഇടപെടലുകൾ കൊണ്ട് നമുക്കറിയാം എയർപോർട്ടുകളിലെ അമിത വില ഈടാക്കുന്ന സംഗതികൾ, അതേപോലെ തന്നെ ടെലികോം കമ്പനികൾ നമ്മളെ കബളിപ്പിക്കുന്നതിനെതിരെയുള്ള പ്രശ്നങ്ങൾ, ഇതെല്ലാം ഉയർത്തിക്കൊണ്ട് വന്നതൊക്കെ ഈ രാഘവ് ചദ്ദയാണ്. സമർത്ഥന്മാരായ വ്യക്തികളാണ്. അത്തരത്തിൽ വളരെ കമ്മിറ്റഡ് ആയിട്ടുള്ള സാമൂഹിക പ്രതിബദ്ധതയോടുകൂടി രാഷ്ട്രീയത്തിലേക്ക് വന്ന വിദ്യാസമ്പന്നർ
ഇവർക്ക് അവരെ സംബന്ധിച്ചിട്ട് നിരാശ, അല്ലെങ്കിൽ അങ്ങനെയുള്ളവർ പ്രതീക്ഷ ഏൽപ്പിച്ചിരുന്ന ഒരു ജനതയ്ക്ക് നിരാശ സമ്മാനിക്കുന്ന ഒരു പ്രസ്ഥാനമായി ആം ആദ്മി പാർട്ടിയും അരവിന്ദ് കെജ്രിവാളും മാറി എന്നുള്ളതാണ്. ഇടക്കാലത്തൊരു വലിയ ആരോപണം തന്നെ ഉണ്ടായി. കാരണം അരവിന്ദ് കെജ്രിവാളിൻ്റെ ആം ആദ്മി പാർട്ടിയുടെ MP സ്ഥാനങ്ങളും മറ്റുമൊക്കെ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നതാണ്. കാരണം അശോക് മിത്തൽ പഞ്ചാബിലെ ഏറ്റവും വലിയൊരു ഇൻഡസ്ട്രിയലിസ്റ്റാണ്. സ്വാഭാവികമായിട്ടും ഇത്തരം സംഗതികളെ അതിവിദഗ്ധമായിട്ട് BJP അത് പ്രയോജനപ്പെടുത്തുകയും ചെയ്യും. അതുകൊണ്ടാണ് 10 ദിവസം മുമ്പ് പഞ്ചാബിലെ അശോക് മിത്തലിൻ്റെ വ്യവസായ സ്ഥാപനങ്ങളിൽ റെയ്ഡ് നടക്കുകയും 10 ദിവസം കഴിഞ്ഞപ്പോൾ അശോക് മിത്തൽ BJPയിലേക്ക് ചേരുകയും ചെയ്യുന്ന കാഴ്ച കാണുന്നത്. ഇതിന് നമുക്ക് ആം ആദ്മി പാർട്ടിയുടെ ആ ശക്തിയുടെ ക്ഷയത്തെയാണ് നമ്മൾ കാണേണ്ടത്. മറിച്ച് BJPയുടെ വാഷിംഗ് മെഷീൻ പൊളിറ്റിക്സ് അല്ല. ഇതാണ് ആം ആദ്മി പാർട്ടി ഇന്ത്യൻ ജനാധിപത്യ സംവിധാനത്തിന് ചെയ്ത ഏറ്റവും വലിയ അപകടം എന്ന് പറയുന്നത്.